കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ വലിയ മഴക്കെടുതിയും മരണസംഖ്യ കൂടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ IMDയുടെ അഡീഷണൽ ഡയറക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ സാർ ചേരുന്നുണ്ട് റിപ്പോർട്ടിനോടൊപ്പം. ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥ കേരളത്തിന്റേത് എങ്ങനെയാണ്? ഈ ഉരുൾപൊട്ടലിന് എന്തൊക്കെ തരത്തിലുള്ള സാധ്യതകൾ, എന്തൊക്കെ കാരണമായിരിക്കാം എന്നാണ് കരുതുന്നത്? നോക്കൂ, കേരളത്തിൽ ആദ്യം ജൂണിൽ പൊതുവെ മഴ കുറവായിരുന്നു. സാധാരണ ലഭിക്കുന്നതിനേക്കാളും കുറവായിരുന്നു. പക്ഷെ ജൂലൈ ആയപ്പോഴേക്കും നമുക്ക് നല്ല മഴ കിട്ടാൻ തുടങ്ങി. കഴിഞ്ഞ ഏകദേശം 28 ദിവസം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മഴ കിട്ടി. പർട്ടിക്കുലർലി ഇപ്പോൾ ഇന്നലെ മുതൽ ഒരു നല്ല ഇന്റൻസ് ക്ലൗഡിംഗ് ഫോം ചെയ്തിരുന്നു കേരളത്തിൽ. ഓഫ്ഷോർ ട്രഫ് സൗത്ത് ഗുജറാത്ത് മുതൽ നോർത്ത് കേരള വരെയുള്ള ഒരു ഓഫ്ഷോർ ട്രഫിന്റെ കാരണമാണ്. അത് കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ മഴ കൂടുതൽ കനക്കുകയും ഇനിയിപ്പോൾ ഇന്ന് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ, അതായത് 20 സെന്റിമീറ്ററോ അതിനേക്കാളും കൂടുതലോ ചിലയിടങ്ങളിൽ പർട്ടിക്കുലർലി നോർത്തേൺ പാർട്ട് ഓഫ് കേരള ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നാളെ ആകുമ്പോഴേക്കും ഇന്റൻസിറ്റി കുറവ് ആകുമെങ്കിലും ഹെവി റെയിൻഫോൾ, അതായത് 12 സെന്റിമീറ്റർ അതിനേക്കാളും കൂടുതൽ ചില ഇടങ്ങളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത 5 ദിവസം നോക്കുകയാണെങ്കിൽ വൈഡ് സ്പ്രെഡ് റെയിൻഫോൾ ഉണ്ടാവും. പക്ഷെ ഇന്റൻസിറ്റി ശക്തി പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. പക്ഷെ ഇന്നായിരിക്കും ഏറ്റവും പീക്ക് ഉണ്ടാകാനുള്ള സാധ്യത. അതെ, മലപ്പുറവും അതിനേക്കാളുള്ള നോർത്തേൺ ജില്ലകളിലൊക്കെ റെഡ് അലർട്ടാണ്. പൊതുവെ മോസ്റ്റ് പാർട്സ് എക്സ്ട്രീം സൗത്ത് വിട്ടുകഴിഞ്ഞാൽ സെൻട്രൽ കേരളയും നോർത്തേൺ പാർട്ടിലും കൂടുതലും മഴ ഇന്റൻസ് റെയിൻഫോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ കാലാവസ്ഥാ നിരീക്ഷണമാണെങ്കിൽ കൂടി ചോദിക്കുന്നു, ഈ ഉരുൾപൊട്ടലിന് എന്തൊക്കെ തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായേക്കാം സാർ? നോക്കൂ, അത് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു കാരണം ഈ ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്നത് മാത്രമല്ല, ലാസ്റ്റ് കുറേ ദിവസങ്ങളായി മഴ പെയ്തിരുന്നു. അപ്പോൾ ഈ പതുക്കെ സോയിലൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ഇന്റൻസ് റെയിൻഫോൾ ഉണ്ടാകുന്ന കാരണം. അല്ലെങ്കിൽ അവിടെ ഈ ഏതെങ്കിലും എന്താ പറയുക എർത്ത്ക്വേക്ക് അതുപോലെയുള്ള ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇതുണ്ടായത് അത് കാരണമായിരിക്കില്ല. മാത്രമല്ല, നമ്മൾ ഈ പൊതുവെ ലാൻഡ് കവർ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, അതായത് നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, കൃഷിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഈ ലൂസായി പിന്നെ മഴയോ മറ്റുള്ള ഏതെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എർത്തിക്കൊക്കെ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ തന്നെ ചിലപ്പോൾ ഈ സോയിൽ സോഫ്റ്റ് ആകുമ്പോൾ ഇതായിരിക്കാം. നമ്മൾ കല്ല് ഇത് മാത്രമല്ല, ചിലപ്പോൾ മണൽ ഉണ്ടാകുന്ന ഇതുകൊണ്ട് അങ്ങനെയുള്ള പല ടൈപ്പുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാറുണ്ട്. ഇന്ന് കടുത്ത മഴ സംസ്ഥാനത്താകെ ഉണ്ടാകും, പ്രത്യേകിച്ചും വടക്കൻ മലബാർ ജില്ലകളിൽ. പിന്നീട് നാളത്തോടെ ശക്തി കുറയുമെന്നതാണ് പ്രവചനം, നിലവിലെ പ്രവചനം. അതെ, ഇന്റൻസിറ്റി കുറയും. പക്ഷെ വൈഡ് സ്പ്രെഡ് ടു ഫെയർ വൈഡ് സ്പ്രെഡ് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കരുതൽ വേണം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാര്യവുമുണ്ട്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഡൽഹി IMDയുടെ അഡീഷണൽ ഡയറക്ടർ റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചത്.